ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇമോഷണൽ ഡെവലപ്മെന്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ് പഠിച്ചത്. ഇന്നത്തെ ടോപ്പിക് ഇമോഷണൽ ഡെവലപ്മെന്റ്. എന്തായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? It is all about how a person understand, express and manage feelings. ഒരു പേഴ്സൺ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെയാണ് അവരുടെ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും, അവരുടെ ഫീലിങ്സ് ഏത് രീതിയിലായിരിക്കും അവർ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ എല്ലാം കൂടിയുള്ള ഒരു ടോട്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട്. ഹാപ്പി, സാഡ്, വറി, ആംഗ്രി അല്ലെ. ഇങ്ങനെ ഒത്തിരി ഇമോഷൻസ് നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ചെറിയ പ്രായത്തിലാണ് കുട്ടികളുടെ ഇമോഷൻസും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടൻ കരഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയായിരിക്കും, അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയാണോ? അല്ല. നമ്മൾ ഓരോ ഇമോഷൻസും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു, ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സാധിക്കണം. അപ്പൊ ഇമോഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇമോഷൻസ് ഓവർ ആകാനും പാടില്ല. ആവശ്യമുള്ളത് അനാവശ്യമായിട്ട് നമ്മൾ കരയുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിരിക്കുക, ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ട് ചിരിക്കാനും കരയാനും ഒക്കെ നമുക്ക് പറ്റണം. അവിടെയാണ് നമ്മുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഇമോഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് സെൽഫ് അവയർനെസ് ആൻഡ് കോൺഫിഡൻസ്. നമുക്ക് സ്വന്തം തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്വയം ബിൽഡ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ടീം വർക്ക്. ഒരു ടീമായിട്ട് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പഠിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ സോഷ്യൽ അല്ലെങ്കിൽ ടീം വർക്കൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ വെൽ സെറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോപ്പിംഗ് സ്കിൽസ് ഒക്കെ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇമോഷൻസിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ഇമോഷണൽ സ്ട്രെസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്. നമുക്ക് ഇമോഷൻസ് സ്ട്രെസ്സും അതുപോലെ തന്നെ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനും ഇമോഷൻസ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഇമോഷൻസിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച്, അതിന്റെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഇൻഫൻസി, അതായത് 0 to 2 ഇയേഴ്സിൽ വരുമ്പോൾ അതൊരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ട്രസ്റ്റ്, അറ്റാച്ച്മെന്റ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ബേസിക് ഇമോഷൻസ് ഒക്കെയാണ് കുട്ടികൾക്ക് വരുന്നത്. ഏർലി ചൈൽഡ്ഹുഡ്, അതായത് 2 to 6 ഇയേഴ്സ് വരുമ്പോഴത്തേക്കും എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്, അവരുടെ ഫീലിങ്സിന്റെ അവർ ഏറ്റവും നല്ല രീതിയിൽ അതൊരു എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എമ്പതി ഒക്കെ ബിഗിൻ ചെയ്തു തുടങ്ങും. അതായത് എന്താണ് എമ്പതി എന്ന് നമ്മൾ പറയുന്നത്, മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് നമ്മൾക്ക് സ്വയം വന്നാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ ഒരു ഫീലിങ്സിനെ തന്റേതാക്കി മാറ്റി എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സിൽ നിന്നോട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. തേർഡ് വൺ, മിഡിൽ ചൈൽഡ്ഹുഡ് നമുക്ക് 6 to 12 ഇയേഴ്സ് ആണ്. ഇവിടെ അവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അഡോൾസെന്റ് ഏജ് എന്ന് പറയുമ്പോൾ 12+ ഇയേഴ്സ് ആണ് വരുന്നത്. കോംപ്ലക്സ് ഇമോഷൻസ് ഉണ്ടാവും, ഐഡന്റിറ്റി ഫോർമേഷൻ ഉണ്ടാവും. നമുക്കറിയാം ഇപ്പൊ ചെറിയ രീതിയിൽ വന്ന ഇമോഷൻസിലൊക്കെ ഹൈ ലെവലിലേക്ക് പോകുന്നത്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ ഒരു അഡൽട്ട്ഹുഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ എന്തൊക്കെയായിരിക്കും, എംപതി ആൻഡ് സിമ്പതി കുട്ടികൾക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻക്രീസിങ് ഇമോഷണൽ കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റി, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഇമോഷൻസ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എംപതി. ഫോർമേഷൻ ഓഫ് സെൽഫ് കൺസെപ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, ബാലൻസ്ഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫാമിലി എൻവയോൺമെന്റ് പറയുമ്പോൾ പേരന്റിങ് സ്റ്റൈലിൽ വരുന്നു. ലവ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ ഫാമിലി എൻവയോൺമെന്റിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. പിയർ റിലേഷൻഷിപ്പ്,
ഫ്രണ്ട്ഷിപ്പിലൂടെയും അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് സാധിക്കുന്നുണ്ട്. സ്കൂൾ എൻവയോൺമെന്റ് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടിലൂടെയും ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിലൂടെയൊക്കെ അവർക്ക് സ്കൂൾ എൻവയോൺമെന്റും അവരുടെ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്, accepted norms of emotional expression, health and nutrition, physical well-being supports emotional balance. അതുപോലെ തന്നെ മീഡിയ എക്സ്പോഷർ വരുന്നുണ്ട്. ഒരു ബിഹേവിയറും അതുപോലെ ഇമോഷണൽ റിയാക്ഷൻസും ഒക്കെ കുറെയൊക്കെ മീഡിയയുടെ സ്വാധീനവും കുട്ടികൾക്ക് വരുന്നുണ്ട്. റോൾ ഓഫ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, എന്തൊക്കെയാണ് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും റോൾ ഈ ഇമോഷണൽ ഡെവലപ്മെന്റിൽ നോക്കാം. പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് അഫെക്ഷൻ. ദേ ക്യാൻ പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി ആൻഡ് അഫെക്ഷൻ. They can encourage children to express feeling ഫ്രീ ആയിട്ട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. മോഡൽ പോസിറ്റീവ് ഇമോഷണൽ ബിഹേവിയർ, നമ്മളൊരു ഇമോഷണൽ ബിഹേവിയറിന്റെ ഒക്കെ ഒരു മോഡലായിട്ട് നമ്മൾ നിൽക്കുക. നമ്മൾ മോഡലിംഗ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും അതുപോലെ ഇമോഷൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ള ഒരു സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് സോഷ്യൽ ഇന്ററാക്ഷനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്തും അതുപോലെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തും കൂടുതൽ നമ്മൾ ഇമോഷൻസ് കാണിക്കേണ്ടടുത്ത് ഇമോഷൻസ് കാണിക്കും. അങ്ങനെ നമ്മൾ തന്നെ ഒരു മോഡലായിട്ട് നമ്മൾ കുട്ടികളുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത്. ടീച്ച് പ്രോബ്ലം സോൾവിങ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരൊരു ഓവറോൾ ഗ്രോത്തും അതുപോലെ മെന്റൽ വെൽബീയിങ്ങിനെയാണ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. Healthy emotional growth helps children become responsible, empathetic and socially adaptable individuals. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഇമോഷണൽ ഗ്രോത്ത് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരെപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും, എംപത്തറ്റിക് ആയിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലും വളരെ നല്ല രീതിയിൽ പ്രാവീണ്യം സിദ്ധിച്ച ആളുകളുമായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പോകുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി കൂടുതൽ നമ്മൾ അസൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതാണ്. That's all for today. Thank you. Have a nice day.